രുചിയിടങ്ങൾ തേടിയുള്ള യാത്ര നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം രഞ്ജിനി ചേച്ചിയുടെ വീട്ടിലാണ്. തിരുമല പെരുകാവ്, തിരുവനന്തപുരം തിരുമല പെരുകാവുള്ള രഞ്ജിനി ചേച്ചിയുടെ വീട്ടിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. അപ്പോൾ ചേച്ചി, വെൽക്കം ടു ദ ഷോ. ഇന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കുക, അതിനു മുന്നേ തന്നെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയാം. നമ്മൾ തിരുമല പെരുകാവാണ് താമസിക്കുന്നത്, ഇവിടെ തന്നെയാണ് സ്ഥലം അല്ലേ? ഫാമിലി ഇവിടെ തന്നെയാണ്. ആരൊക്കെ ഉണ്ട് വീട്ടില്? ഇവിടെ ഞാനും ഹസ്ബൻഡും 2 കുട്ടികളും. മൂത്ത ആള് 11th-ലാണ്, സരസ്വതിയിലാണ്, 2 പേരും സരസ്വതി വിദ്യാലയം. ഹസ്ബൻഡും ബിസിനസ്സാണ്. ഓക്കെ, ആളിപ്പോ ഇവിടെ സ്ഥലത്തില്ല അല്ലേ? സ്ഥലത്തില്ല. ഓക്കെ, ഇന്ന് ചേട്ടൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതെ അതെ. ഓക്കെ, ബാക്കി വേറെ പാരന്റ്സ് ഒക്കെ അടുത്ത് അച്ഛൻ, അമ്മ, ബ്രദറുണ്ട്. ബ്രദർ ഇപ്പോൾ മാരീഡാണ്, സിസ്റ്റർ ഇൻ ലോ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഗാർലിക് ലസൂണി പനീറാണ്. ഓക്കെ, മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കൂടുതലും പനീർ, നോർത്ത് ഇന്ത്യൻ ഡിഷാണിത്. ഇതിൽ ഗാർലിക് വെളുത്തുള്ളിയാണ് വരുന്നത്, ഫ്ലേവറിങ് യൂട്യൂബിൽ നിന്നാണ്. അല്ലാണ്ട് ഞാനിത് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിൽ ഗാർലിക് കൂടുതൽ ചേർത്തത് കുറച്ച് നാളായിട്ട് അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ അത് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. ഇതിന് ഒത്തിരി ഇത് 2 സ്റ്റെപ്പായിട്ടാണ് ഇത് ആക്ച്വലി ഒരു വലിയൊരു സദ്യക്കുള്ള ഒരു വിഭവം പോലെ തോന്നുന്നുണ്ട്, പക്ഷെ അങ്ങനെയല്ല സംഭവം. ആദ്യം ഒന്ന് പനീർ മാരിനേറ്റ് ചെയ്ത് നമ്മളൊരു 30 മിനിറ്റ്സ് മാറ്റി വെക്കും. ഓക്കെ, അപ്പോൾ അതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം. പിന്നെ നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട് കറിക്ക് വേണ്ടിയിട്ട്, അതാണ് ഇത്രയും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാം അല്ലേ? നട്ട്സ് വേണം, ടൊമാറ്റോ, കാഷ്നട്ട്സ്, ടൊമാറ്റോ. അത് എത്ര ക്വാണ്ടിറ്റി എടുത്തേക്കുന്നത്? 10 എടുത്തിട്ടുണ്ട്. 10 എടുത്തിട്ടുണ്ട് കാഷ്നട്ട്. ഇതൊരു 2 ടൊമാറ്റോ. ഇത് വന്നിട്ട് ജീര പൗഡർ. ഓക്കെ, ഇത് പെരുംജീരകമാണിത്? അല്ല, സാധാരണ ജീരകം പൗഡർ. ഇത് വന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ഇതായിട്ട് അരിഞ്ഞത്. ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത്. അത് എത്ര ക്വാണ്ടിറ്റി? അതൊരു ചെറിയ വെളുത്തുള്ളി ഒരു 2 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ പീസ്. ഓക്കെ, കൊറിയാൻഡർ. പിന്നെ ഇത് ഫ്രഷ് ക്രീമാണ്, ബട്ടർ. ഇത് ലാസ്റ്റ് ഗാർലിക് ക്രീമാണല്ലേ? ഞാൻ കേർഡാണോ? ഫ്രഷ് ക്രീം. ഇത് വന്നിട്ട് ഗാർലിക്, അത് ലാസ്റ്റ് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട്. പിന്നെ ഇത് കസ്തൂരി മേത്തി. ഇത് വന്നിട്ട് മല്ലിപ്പൊടി. ഇത് സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് കുറച്ച് വലുതായിട്ട് നമ്മൾ സോസ് ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, ഇത് നമ്മൾ പിന്നെ ഫുൾ ഇത് സ്പൈസസ്. പിന്നെ ഇത് ജീര, ഇതിൻ്റെ കൂടെ ബേ ലീവ്സ് ഉണ്ട്. ഓക്കെ, അത് പൊടിച്ചെടുത്തേ അല്ലേ? വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത്. അതെ. ഇത് വന്നിട്ട് ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ. അത് കൂടുതലും കളറിന് കൊടുക്കാൻ. ഇത് ഒത്തിരി സ്പൈസി ആയിട്ടുള്ളതാണ്, ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ഡിഷാണ്. ഇത് വന്നിട്ട് ഗരം മസാല, ഇത് ടർമറിക്, പിന്നെ കേർഡ്, ലെമൺ ജ്യൂസ്. ഇത് വന്നിട്ട് ഗാർലിക് പേസ്റ്റ്, ഒരു ലെമണിന്റെ ജ്യൂസ്. അതെ. ഇത് ഗാർലിക് പേസ്റ്റ്. ഓക്കെ, അത് ഗാർലിക് മാത്രം. ഇനി നമുക്ക് ആവശ്യത്തിന് എണ്ണയും പനീറും സോൾട്ടും. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ വെള്ളത്തിന്റെ പർപ്പസ് ഇല്ല, വലുതായിട്ടില്ല. ഗ്രേവി തിക്കനിങ് ആവുകയാണെങ്കിൽ മാത്രം നമ്മൾ കുറച്ച് ചൂട് വെള്ളം ചേർത്താൽ മതി. ഒരു 1 കപ്പ് തൈര് അല്ലേ? അധികം പുളിയില്ലാത്ത അധികം പുളിയില്ലാത്ത തൈരാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. 1 കപ്പ് ഉണ്ടായിരുന്നു, അത് മൊത്തത്തിൽ നമ്മൾ ഇതിലേക്ക് ഇട്ടു. ഇനി ടർമറിക് അല്ലേ? 1/4 സ്പൂൺ ടർമറിക്. 1 സ്പൂൺ ചില്ലി പൗഡർ, കാശ്മീരി ചില്ലിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് 1 കപ്പ് തൈരുണ്ടായിരുന്നു, അധികം പുളിയില്ലാത്ത തൈരായിരുന്നു, അതിട്ടു. പിന്നെ കുറച്ച് 1/4 സ്പൂൺ ടർമറിക്, പിന്നെ ഒരു സ്പൂൺ അല്ലേ? 1 സ്പൂൺ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു. ഇനി ഒരു 1/2 സ്പൂൺ ഗരം മസാല ഇട്ടു. ഓക്കെ, ഈ 1/2 സ്പൂൺ എന്നൊക്കെ പറയുമ്പോൾ സ്പൂണിന്റെ ആ ഒരു സൈസ് കണ്ടായിരുന്നു, കുഞ്ഞു മെഷറിംഗ് സ്പൂൺ പോലത്തെ അല്ലേ? അതെ. 1 സ്പൂൺ നമ്മുടെ ഗാർലിക് പേസ്റ്റ്. ഓക്കെ, അത് എത്ര ഗാർലിക് എടുത്തിട്ടുണ്ടായിരുന്നു അരയ്ക്കാൻ വേണ്ടിയിട്ട്? ഒരു 2-3 ഗാർലിക്കും. അത്ര 2-3 അല്ലി എടുത്തു അല്ലേ? അതെ, അത് കുറച്ച് വലിയ ഗാർലിക് ആയിരുന്നു, അതുകൊണ്ട് അത്ര എടുത്തു. അല്ലെങ്കിൽ ഒരു ചെറിയ ബൗളിന് ഒരു 8-10 എണ്ണം അത്രയും മതിയാവും. ലെമൺ ജ്യൂസ് നമ്മൾ ആ ഒരു ലൈമാണ് എടുത്ത് വെച്ചിരുന്നത്. കേർഡ് ഉള്ളതുകൊണ്ട് അധികം പുളി വേണ്ട, ചെറിയ ഒരു ലെമൺ മതി. ഓക്കെ, അത് മൊത്തത്തിൽ ഒഴിച്ചു. ഇതിപ്പോ നമ്മൾ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, മാരിനേഷൻ വേണ്ടി. ഓക്കെ, പനീർ 30 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് സെറ്റ് ചെയ്യുന്നത്. അടുത്ത് കുറച്ച് ആവശ്യത്തിന് ഉപ്പ്. അതെ. അപ്പോൾ നമ്മൾ കാണുക വെച്ചാൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലൊരു അടിപൊളി സ്മൂത്ത് ആയിട്ടൊരു പേസ്റ്റ് ഫോം ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പനീർ ക്യൂബ്സ് നമ്മൾ എങ്ങനെയാ ഇവിടെ വീട്ടിൽ ചെയ്തതാണോ? അല്ല, ഇത് നമ്മൾ വാങ്ങിയതാണ്. ഇതൊരു പാക്കറ്റ് പനീറാണ്. ഇതിപ്പോൾ ഒരു പാക്കറ്റ് പനീർ നമ്മൾ ആ ഒരു ഗ്രേവി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്.
ഇതാണ് അപ്പോൾ നമ്മൾ ഗ്രേവി. അതെ, ഗ്രേവി. ഓക്കെ, ഇതിപ്പോൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് പനീർ ഇട്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു 30 മിനിറ്റ്സ് വേണം. ആ സമയത്തേക്ക് നമ്മൾ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവം നമ്മൾ ഓൾറെഡി നമ്മൾ ബട്ടറും ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഓയിൽ ആദ്യം നമ്മൾ വഴറ്റുമ്പോൾ അതിനാവശ്യമായിട്ട് നോക്കിയിട്ട് ചെയ്താൽ മതി. കാരണം പിന്നെ അല്ലെങ്കിൽ ഒത്തിരി ഇതായിപ്പോൾ ഇതൊരു 2 ടേബിൾ സ്പൂൺ ഓണിയനൊക്കെ ഇട്ടിട്ട് ഇത് ചെയ്യാനായിട്ടുള്ള കിട്ടാനായിട്ടുള്ള ഫ്രൈ അല്ല, ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള. ഇതിപ്പോൾ 2 സവാള എടുത്തിട്ടുണ്ട്. ഓക്കെ, വലുതല്ല, ഇടത്തരം ചെറുതാണ്. ഒരു മീഡിയം സൈസ് 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന എങ്കിലേ നമുക്ക് ആ സ്മൂത്ത് പേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ സവാളയുടെ ഒരു പച്ച ചുവ നിൽക്കും. അപ്പോൾ ഇത് നല്ല ഒന്ന് വഴണ്ട് വരണം. കുറച്ച് നമ്മൾ സോൾട്ട് ഇടുന്നുണ്ട്. അപ്പോൾ സവാള കുറച്ച് എളുപ്പത്തിന് ബ്രൗൺ ആയി വരും. അതെ, ഇടയ്ക്ക് നമ്മൾ ഒന്ന് വഴറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ അരയ്ക്കുന്ന മസാല ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഹോൾ സ്പൈസസ് ഇടുന്നുണ്ട്. അതായത് ഒരു 3 ഏലക്ക. ഓക്കെ, ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വഴറ്റുന്ന ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് നമ്മൾ അരയ്ക്കുകയാണ് ചെയ്യുന്നത്, പേസ്റ്റ് ആക്കുകയാണ്. അപ്പോൾ ഒരു പട്ട, ഓക്കെ, ഒരു 4 ഗ്രാമ്പു, ഒരു കുറച്ച് കുരുമുളക് കൂടെ. നമുക്ക് ആ എല്ലാത്തിൻ്റെയും ഫ്ലേവർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അങ്ങനെ ഹോൾ സ്പൈസസ് ഇടുമ്പോൾ. നമ്മൾ അരച്ചതല്ല, അതേപാടെ തന്നെയാണ് ചേർക്കുന്നത്. എന്നിട്ട് നമ്മൾ മൂപ്പിച്ചിട്ട് ചേർക്കുമ്പോൾ അതിൻ്റെ ഇത് കൂടുതലായിരിക്കും, ടേസ്റ്റ് നമുക്ക് മാറും അല്ലേ? നമുക്ക് ഈ സ്പൈസസിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ടീച്ചറായിരുന്നു അല്ല, BEdനൊക്കെ കഴിഞ്ഞിട്ട് ടീച്ചിങ്ങിന് പോയി എന്ന് പറഞ്ഞു. എവിടെയായിരുന്നു പഠിപ്പിച്ചിരുന്നത്? ഞാൻ കുറച്ച് നാൾ AMHS ഒന്ന് വർക്ക് ചെയ്തു. ഓക്കെ, തിരുമല അത്രയാണ്. ഇതിപ്പോൾ ഞങ്ങൾ 2 ടൊമാറ്റോ ആണ് നമ്മളിടുന്നത്. അതും ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് വയറ്റാണ് ചെയ്യുന്നത്. അതെ, ടൊമാറ്റോ ഒത്തിരി ഇതായി കഴിഞ്ഞാൽ പുളി വരത്തില്ലേ? കുഴപ്പമില്ല, നമ്മളിത് പേസ്റ്റ് ആക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് അത്ര ഇത് വരത്തില്ല. മൊത്തം നമ്മുടെ ഈ ഒരു ഹോൾ സംഭവം എത്ര ടൈം എടുക്കുമായിരിക്കും ഉണ്ടാക്കാനായിട്ട്? ഒരു 20-25 മിനിറ്റ്സ് വേണം. ഇനി ഇത് നമുക്ക് തക്കാളി നന്നായിട്ട് ഇതാവണം, സ്മാഷ് ആവണം. കാരണം നമ്മൾ അരയ്ക്കുന്നുണ്ടെങ്കിൽ പോലും നന്നായിട്ട് വെന്താലേ ടേസ്റ്റ് കൊള്ളത്തുള്ളൂ, അല്ലെങ്കിൽ തക്കാളിയുടെ ആ ചുവ നിൽക്കും. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈഡ് ആവണം. അതെ, ഇനിയിപ്പം ടൊമാറ്റോ ഏകദേശം ആയിട്ടുണ്ട്. അപ്പം നമ്മളിതിൽ പേസ്റ്റ് അരയ്ക്കുമ്പോൾ കാഷ്യൂ ഇടുന്നുണ്ട്. ഓക്കെ, ഒരു 8-10 എണ്ണം അതും കൂടി ഇതിൽ. കാരണം അപ്പം നമ്മുടെ പേസ്റ്റ് നല്ല ഗ്രേവി തിക്കാവാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതും ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ ഇതിൽ കിടന്ന് ഒന്നാവണം. അപ്പോൾ തക്കാളി എല്ലാം ആവും. ഇതിലേക്ക് ഇനി നമ്മൾ അധികം ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇതിൽ വേറെ നമ്മൾ മസാലാസ് ഒന്നും ചേർക്കുന്നില്ല. ഇതിനെ നമ്മളൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. ഓഫ് ചെയ്യാറായല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് നമുക്കൊന്ന് അരച്ചെടുത്തോണ്ട് വരാം. അപ്പോൾ നമ്മൾ ഓടിപ്പോയി ഇതിനെ ഒന്ന് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രഞ്ജിനി ചേച്ചി ഇവിടെ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് ഇതൊക്കെ എടുത്ത് ഗ്രേവി ആക്കി പേസ്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു ആ ഒരു ടെക്സ്ചർ എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ഇത് ചെയ്തിട്ടില്ല അല്ലേ, അരിച്ചെടുത്തിട്ടില്ല. ആ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ആയതുകൊണ്ടാണ് അല്ലേ നമ്മൾ അങ്ങനെ അരിച്ച ആ ഒരു ലൂസ് ഗ്രേവി ആക്കിയില്ല. പക്ഷെ മാക്സിമം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് നമുക്ക് കുറച്ച് സവാള അടുത്ത ഇതുപോലെ തന്നെ കുറച്ചൊന്നും കൂടെ ആ ഒരു പ്രോസസ്സും കൂടി കഴിഞ്ഞാൽ കറി ആയി സെറ്റായി. നമുക്കിത് നമ്മളിത് മാരിനേറ്റ് ചെയ്യാൻ വെച്ചപ്പോഴത്തേക്കും ഈ പനീറിന് നമ്മൾ കുക്ക് ചെയ്തിട്ടോ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല, ഫ്രഷ് ആയിട്ട് പനീർ. അപ്പൊ നമ്മൾ അതിനെ കത്തിച്ചു. ഇനി എന്താണ് അടുത്തത്? നമ്മൾ ബട്ടർ എടുക്കുന്നു. ബട്ടർ മാത്രമല്ല, ബട്ടർ ആകുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഇത് ഡ്രൈ ആക്കും. അപ്പം നമ്മൾ കുറച്ച് ഓയിൽ ഈ സവാള വഴറ്റുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ബട്ടർ ആകുമ്പോൾ പെട്ടെന്ന് ഓയിൽ അങ്ങ് പിടിക്കും, അപ്പോൾ ഡ്രൈ ആവും. ഇതിൽ നമ്മൾ ഒരു കുറച്ച് ബേ ലീവ്സ്, പിന്നെ ഒരു 1/4 സ്പൂൺ ജീരകം. നോർത്ത് ഇന്ത്യൻ കറിയല്ലേ, അപ്പോൾ കുറച്ച് ജീരകം വേണം. ജീരക സ്പെഷ്യലാണ്. പിന്നെ നമ്മുടെ ബേ ലീഫ് ഒരു 2 എണ്ണം. ഒന്ന് മൂത്ത മണം വരുമ്പോൾ, ജീരകത്തിൻ്റെ ആ ഒരു മണം വരുമ്പോൾ കുറച്ച് ബട്ടറും ആ ഒരു ബേ ലീഫും ജീരകവും ഒക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടും നമ്മൾ ഒനിയന് വേണ്ടി പ്രത്യേകിച്ചും നമ്മൾ കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓണിയൻ ഇടാം. ഇത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത്, കാരണം അത് നമുക്ക് പെട്ടെന്ന് വഴറ്റി കിട്ടും ഇങ്ങനെ ആകുമ്പോൾ. നമ്മൾ നേരത്തെ എടുത്ത സവാള കുറച്ചുകൂടെ വലുതായിട്ട് അരിഞ്ഞതായിരുന്നു. ഇപ്പം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ഇതാണ് എടുത്തേക്കുന്നത്. ആ ഒരു ഓണിയൻ ഒന്ന് മിക്സ് ആവത്തക്ക രീതിയിലുള്ള കുറച്ച് ഓയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത് അല്ലേ? അതെ, അത്രേ ഉള്ളൂ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ, ഇൻ കേസ് നമുക്കത് ഡ്രൈ ആയി പോകുന്നു എന്ന് തോന്നിയാൽ നമുക്ക് ബട്ടർ എന്തെങ്കിലും ചേർക്കാം, ബട്ടറോ ഓയിലോ. അപ്പൊ നമ്മുടെ ഇവിടെ ഏതാണ്ട് സെറ്റ് ആയി അല്ലേ? അതെ, ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി ആഡ് ചെയ്യാം. അല്ല, ഇനി നമുക്ക് മസാലാസ് ആഡ് ചെയ്യണം. ഓക്കെ, അതിന് മഞ്ഞൾപ്പൊടി,
ഇതൊന്ന് മൂക്കണം. ആ ഒരു മണം വരുമ്പോൾ നമുക്ക് ഗ്രേവി ആഡ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് അല്ലേ അതിനൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒത്തിരി മൂപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ ചാൻസ് അല്ലേ? അപ്പം നമ്മളൊന്ന് എപ്പോഴും സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കണം. അതെ, ജീരകപ്പൊടിയും കൂടി ചേർക്കണം. ഓക്കെ, ഇതിപ്പോൾ ഗരം മസാല അല്ല, ഇതിപ്പം ഗരം മസാല. ഓക്കെ, അത് ഒരു സ്പൂൺ നമ്മൾ ഇട്ടു. ഒരു സ്പൂൺ വേണ്ട, ഒരു 1/4 സ്പൂൺ. നമ്മൾ ലാസ്റ്റ് ഒന്നുകൂടെ ചേർക്കുന്നുണ്ട് നോക്കിയിട്ട്. ഇപ്പോൾ ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്. അതൊരു നോർത്ത് ഇന്ത്യൻ കറി ആകുമ്പോൾ ജീരകം വേണമല്ലോ. ഒരു ജീരകം തന്നെ പൊടിച്ചത് അല്ലേ? അതെ, നമ്മൾ നേരത്തെ ജീരകം സാധാ ജീരകം, പെരുംജീരകം അല്ല, സാധാ ജീരകം. ഓക്കെ, ഇനി നമുക്ക് ഗ്രേവി ആഡ് ചെയ്യാം. ഓക്കെ, നേരത്തെ അരച്ചു വെച്ച ഗ്രേവി നമ്മളിപ്പോൾ ഈ മിക്സിലേക്ക് ആഡ്. നമ്മളിപ്പോൾ ഇവിടെ ഒന്ന് അടച്ചു വച്ചേക്കായിരുന്നു ഇത്രയും നേരം. ആ ഒരു ഗ്രേവി ഒന്ന് തിളച്ചു വന്ന് വെട്ടിത്തിളയ്ക്കുന്നുണ്ടായിരുന്നു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി കുറച്ചുകൂടെ ബട്ടർ ചേർക്കാം അല്ലേ? നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ബട്ടറോ ഓയിലോ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ്. നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ അപ്പോൾ നമ്മൾ 30 മിനിറ്റ്സോളം നമ്മൾ ബാക്കി പരിപാടിയൊക്കെ ആയപ്പോൾ 30 മിനിറ്റ്സ് ആയിട്ടുണ്ട്. 30 മിനിറ്റ്സോളം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനെ നമ്മുടെ പനീർ ക്യൂബ്സിനെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാം. ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് കൂടെ. 5 മിനിറ്റ്സ് ഓൾമോസ്റ്റ് നമ്മുടെ കറി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടച്ചു വെച്ച 5 മിനിറ്റ്സ് ആയില്ലേ? ഏകദേശം അവിടെ ഇങ്ങനെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പനീർ. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കൊരു 5 മിനിറ്റിനകത്ത് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലേ? അതെ അതെ, കുറച്ച് നേരമായി ഞാനിവിടെ വെയിറ്റ് ചെയ്ത്. നമുക്ക് കുറച്ച് മേത്തി ചേർക്കണം. കുറച്ച് കറിയാണല്ലോ, കസൂരി മേത്തി. അത് കുറച്ച് ആ ഒരു ഫ്ലേവറിനല്ലേ? ആദ്യം കുറച്ച് ഫ്രഷ് ക്രീം വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ കറിയിലോട്ട് ചേർക്കാം. ഓക്കെ, ഇതിപ്പോൾ എത്ര എടുത്തേക്കുന്നത്? ഒരു അരക്കപ്പ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നമ്മുടെ കറിയിൻ്റെ പുറത്തേക്ക് കുറച്ച് കൊറിയാൻഡറും കുറച്ച് ഫ്രഷ് ക്രീമും ആഡ് ചെയ്തു. നമ്മുടെ ഡിഷ് ദേ ഇവിടെ സെറ്റായിട്ടിരിപ്പുണ്ട്. ആ ഗാർലിക് അവസാനം ഫ്രൈ ചെയ്ത് ആ ഒഴിച്ച സംഭവം നല്ല മണം. ഇവിടെ മൊത്തം നിറഞ്ഞ ആ മണം നിൽപ്പുണ്ട്. ഗാർലിക് ലസൂണി പനീർ ലസൂണി പനീർ എന്നൊക്കെ പറയുന്ന നല്ല കോമഡി ആയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. ഓക്കെ, കളത്തരം പറയേണ്ട ആവശ്യമൊന്നുമില്ല, അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. അപ്പോൾ ചേച്ചി ശരി, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ സെഗ്മെൻറ്റ് നമ്മുടെ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ